ബദൽ സംവിധാനം ഒരുക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ ചില തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഇത്തരം കാര്യങ്ങൾ അറിയിച്ച സാഹചര്യത്തിൽ കോർപ്പറേഷന് ഏതു തരത്തിലാണ് ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഇന്നലെ രാത്രി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ഞങ്ങളുടെ കയ്യിലിപ്പം നിലവിലുള്ള 3000 മുതൽ 5000 വരെ ലിറ്റർ കപ്പാസിറ്റിയുള്ള 65 ടാങ്കറുകൾ കോർപ്പറേഷൻ്റെ കൈവശം നിലവിലുണ്ട്. ഈ ടാങ്കറുകൾ യഥേഷ്ടം ആ ഭാഗത്ത് ശുദ്ധജലവുമായി എത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 15000 ലിറ്ററിൻ്റെ 7 ടാങ്കറുകൾ എല്ലാ സമയവും കുടിവെള്ളം നിറച്ച് ഈ മേഖലകളിലുണ്ടാകും. ഇട റോഡുകളിൽ ഓടാൻ വേണ്ടി 2000 ലിറ്റർ, 3000 ലിറ്റർ, 5000 ലിറ്റർ. ഈ 15000 ലിറ്ററിൻ്റെ വാഹനം എല്ലാ ഇട റോഡുകളിലും പോകില്ല. അപ്പോൾ 2000 ലിറ്റർ, 3000 ലിറ്റർ, 5000 ലിറ്ററിൻ്റെ ചെറിയ ടാങ്കറുകൾ ഇട റോഡുകളിൽ പോകാൻ കണക്കിന് കഴക്കൂട്ടത്തുണ്ടാകും. ആ ടാങ്കറുകൾ വെള്ളം തീർന്നാൽ അത് വെൻഡിങ് പോയിന്റുകളിലേക്ക്, ഉദാഹരണത്തിന് PTP വെള്ളയമ്പലമൊക്കെ വന്ന് വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ 15000 ലിറ്ററിൻ്റെ 7 ടാങ്കറുകൾ കഴക്കൂട്ടത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ചെറിയ ടാങ്കറുകൾ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് വെൻഡിങ് പോയിന്റ് 10-20 കിലോമീറ്റർ റോഡ് ബ്ലോക്കിൽ ഓടി ഇവിടെ വന്ന് വരേണ്ട ആവശ്യമില്ല. കഴക്കൂട്ടത്ത് നിന്ന് തന്നെ വെള്ളം നിറയ്ക്കാം. കാരണം നമ്മുടെ 15000 ലിറ്ററിൻ്റെ കോർപ്പറേഷൻ്റെ ടാങ്കറുകൾ തന്നെ 7 ടാങ്കറുകൾ ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്.